നമസ്തേ. ഒട്ടൊഴിയാതെ ഭൂഭാരം തീർപ്പാനായി ദുഷ്ടഭൂപരെ കൊന്നുമുടിച്ചതും പെട്ടെന്നമ്പൊടു കാട്ടിയതൊക്കെയും കൃഷ്ണരൂപമേ കാണണം ഗോവിന്ദ. ഇന്ന് കേരളവിഷൻ്റെ പേരിൻ്റെ വിസ്മയം എന്ന ഈ പരിപാടിയുടെ 420ാമത്തെ എപ്പിസോഡിലെത്തി നിൽക്കുന്ന ഈ മഹനീയ മുഹൂർത്തത്തിലേക്ക് കേരളവിഷൻ്റെ എല്ലാ പ്രേക്ഷകരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു KP വേണുഗോപാൽ ആചാരി. ഇന്നത്തെ ദിവസം 11/1/17 എന്ന 11 എന്നാൽ 2 എന്നാണല്ലോ, 1+1. ഇത് മാത്രമല്ല 2, 11, 20, 29 എന്ന് പറഞ്ഞ സംഖ്യകൾ 4 എണ്ണവും ഇന്നത്തെ ദിവസത്തിന് പ്രതിനിധാനം ചെയ്യുന്ന ഡേറ്റാണ്. ഇന്നത്തെ ദിവസം ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ്. ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അവർ ഭാവിയെ ബാധിക്കുന്നത് ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാൽ നാളത്തെ ദിവസം ദോഷമായി കാണുന്നു. മറ്റന്നാൾ ഇവർക്ക് നല്ല ദിവസമാണ്. ഇന്ന് ബുധൻ, നാളെ വ്യാഴം, മറ്റന്നാൾ വെള്ളി. അപ്പോൾ ഇന്ന് ബുധനും വെള്ളിയുമാണ് ഇവർക്ക് നല്ലത്. വ്യാഴാഴ്ച ഗുണദോഷ സമ്മിശ്രം, തടസ്സങ്ങളുണ്ടാക്കി ഭയവിഹ്വലം ആയിട്ടേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇപ്പം മണി 8 മണി ആയിരിക്കുന്നു. ഇതിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്തും പറയുകയാണെങ്കിൽ തെറ്റുകൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ സാധിച്ചാൽ സത്യവ്യക്തത, കൃത്യബോധനം, പിഴയ്ക്കാത്ത പ്രവചനം പ്രദാനം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ന്യൂമറോളജി. നിങ്ങൾക്ക് വിളിക്കാം. ഏറ്റവും ആദ്യത്തെ കോളറിനെ സഹൃദയം സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് കോളർ. ഹലോ. ഹലോ. പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞോളൂ. ഓ, പേര് പറയൂ. വിപിൻ ദാസ്. VIPINDIS അല്ലേ? ഇനിഷ്യൽ 6. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 25 ജൂൺ 1987. എവിടുന്ന് വിളിക്കുന്നത്? പാലക്കാട്. കഴിഞ്ഞ് 30ലേക്കാണ് നിൽക്കുന്നത്. വിവാഹിതനായിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. കാരണം വിവാഹിതനാവണം. വിപിൻ ദാസ് എന്നുള്ള പേരും വിപിൻ എന്നുള്ള പേരും ഒക്കെ താങ്കൾക്ക് നല്ലതാണ്. വിപിൻ ദാസ് വരെ നല്ലതാണ്. അതിൻ്റെ കൂടെ 6 എന്നുള്ളൊരു അക്ഷരം വന്നപ്പോൾ 31 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഭാവിയെ ബാധിക്കുന്നതൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഈ കൊല്ലം 2017 എന്ന് പറഞ്ഞാൽ ഈ വർഷം താങ്കൾക്ക് അത്ര നല്ലത് അല്ല. എന്തെങ്കിലും ഭാവിയെ പറ്റി ബാധിക്കുന്നു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് എൻഗേജ്മെൻറ്റോ അറേഞ്ച്മെൻറ്റോ ഉറപ്പിക്കുകയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക ഈ വർഷത്തിൽ. അടുത്ത വർഷം 2018 അതിന് അനുകൂലമാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വിവാഹം പേരിൻ്റെ ഗുണം കൊണ്ട് ഒന്നുകിൽ നേരത്തെ കഴിയുക, 25 അല്ലെങ്കിൽ 29 കഴിയാനോ എൻഗേജ്മെൻ്റ് ആക്കാനോ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം വിവാഹം കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. സ്വന്തം നാട്ടിലല്ലാതെ കഴിയുകയും ഇലക്ട്രിസിറ്റി, ഇലക്ട്രോണിക്സ്, മൾട്ടിമീഡിയ, ഗ്രാഫിക് ഡിസൈനിങ്, കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങൾ, കുറച്ച് യാത്ര ചെയ്യുന്ന തൊഴിലുകളും താങ്കൾക്ക് നല്ലതാണ്. ഇപ്പം മുതലുള്ള ഒരു സമയം 30ലാണ് നിൽക്കുന്നത്. 35 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 34 വയസ്സ് വരെ നല്ലതാണ്. 35 കുറേ ദോഷം പിടിച്ച ഒരു സമയമാണ്. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അകൽച്ച, പാരമ്പര്യ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് താങ്കൾക്ക് 35 വയസ്സ് എത്തുന്ന കാലഘട്ടം. അതുകൊണ്ട് ആ കാലഘട്ടം വരുമ്പോൾ 2022 എന്നാണ് പറയുക. ആ സമയം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 35 വയസ്സിൽ വരുന്ന ദോഷത്തിന് 36 കഴിഞ്ഞിട്ട് പിന്നീട് 37, 38 കാലഘട്ടങ്ങളിലാണ് താങ്കൾക്ക് ഗുണമുണ്ടാവുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ 37, 38 വരുമ്പോഴേ സ്വന്തം ഭവനമൊക്കെ ഉണ്ടാവുള്ളൂ. വിവാഹം ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിച്ചിട്ടില്ലെങ്കിൽ 32ാമത്തെ വയസ്സിൽ ചെയ്താൽ മതി എന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. കുറച്ച് നാട് എവിടെയാണോ, പാലക്കാടാണെന്ന് പറഞ്ഞത്, അവിടെ നിന്നും വിട്ട് വടക്കൻ കിഴക്കൻ മേഖലകളിലേക്കൊക്കെ പോകുന്നതും കലയുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളും ഫിനാൻഷ്യലുമായിട്ടുള്ള
കർമ്മമണ്ഡലങ്ങളൊക്കെ താങ്കൾക്ക് നല്ലതാണ്. വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലത് ആണ്. 31 വയസ്സ് എന്ന് പറയുന്ന സമയത്തിൽ മുതലാണ് താങ്കൾക്ക് ഗുണം വരുന്നത്. പേരിന് ഈ 6 എന്നുള്ളൊരു അക്ഷരം വന്നപ്പോൾ കുറച്ച് ദോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അത്രമാത്രമുള്ള ഒരു യുദ്ധം ചെയ്യുന്ന പോലെ എല്ലാം ഒന്ന് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. സാരമില്ല, അതൊക്കെ നമുക്ക് ഗുണമായിട്ടുള്ളൊരു അവസ്ഥ 38 മുതൽ ഉണ്ട്. എന്ത് ചെയ്യണോ വിപിൻ ദാസ് ആർ? ഞാനിപ്പോൾ ജോലി ട്രൈ ചെയ്യുന്നുണ്ട്. ജോബ് എന്താണ്? ജോലിക്ക് ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഏതുവരെ പഠിച്ച? കൊമേഴ്സിലാണോ അത് സയൻസിലാണോ? അല്ല, എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ. ഞാൻ പറഞ്ഞു അത് ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി ഒക്കെ ആയിട്ട്. ഓക്കെ. ഇനി വിവാഹിതനായോ? ഇല്ല. ജോലി ഇല്ലാത്ത കാരണം വിവാഹം അന്വേഷിച്ചിട്ടുണ്ടാവില്ല. അടുത്ത വർഷമാണ് അതിന് പറ്റുന്ന സമയം. ജോലി താങ്കൾക്ക് ഇപ്പൊ ഈ മാർച്ച് മാസത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ജോലിയിൽ, ഗവൺമെന്റ് തന്നെ ജോലി കാത്തിരിക്കേണ്ട എന്തെങ്കിലും ഒന്നിലേക്ക് പ്രവേശിക്കാൻ പറ്റിയാൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ വർഷം ദോഷകാലമാണ്. അപ്പൊ എന്തെങ്കിലും ചെറിയൊരു ശമ്പളമായിരിക്കാം, പ്രതീക്ഷിച്ച ശമ്പളം ഉണ്ടാവില്ല. അർദ്ധ ഗവൺമെന്റിന്റെ സ്ഥാപനത്തിലൊക്കെ ജോലി കിട്ടും. KSEB, KSRTC, ബാങ്കിങ് മേഖലകളും താങ്കൾക്ക് നല്ലതായിട്ടൊക്കെ പറയുന്നു. അവിടെയൊക്കെ ഇപ്പോൾ ഈ SBI, SBTയിലൊക്കെ ഇലക്ട്രീഷ്യൻ്റെ ഒക്കെ ആവശ്യങ്ങളൊക്കെ വരാറുണ്ട്. അതിലൊക്കെ അപ്പോയിൻമെൻറ്റോടെ ബാങ്ക് മാത്രമല്ല, ക്യാഷ് കൈകാര്യം ചെയ്ത് മാത്രമല്ല, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പോലീസ്, പട്ടാളം, ഇതിലൊക്കെ താങ്കൾക്ക് നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന കർമ്മ മണ്ഡലങ്ങൾ സ്വീകരിച്ചോളൂ. 6 ഭാഗ്യസംഖ്യ. അനുകൂലമായ നിറം വെള്ള നിറം, നീല നിറം. ശനിയാഴ്ചകളിൽ കറുപ്പ് ധരിക്കുക. സഹോദരന്മാര് താങ്കൾക്ക് ശേഷം ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സഹോദരനില്ലല്ലോ. സഹോദരൻ, ബ്രദർ ഉണ്ടോ? അത് ഈ പേരിനകത്ത് തന്നെ അത് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, വിളിച്ചതിൽ നന്ദി വിപിൻ ദാസ്. ഓക്കെ. കാര്യങ്ങൾക്ക് കാരണം തേടാൻ ആളുണ്ടോ? ശാസ്ത്രം കാര്യങ്ങൾക്ക് കാരണം കണ്ടെത്താനായിട്ട് ഉപകരിക്കുന്നതാണ് ന്യൂമറോളജി, ആസ്ട്രോളജി, പാമിസ്ട്രി തുടങ്ങിയ ഗൂഢശാസ്ത്രങ്ങൾ. രോഗങ്ങൾക്ക് കാരണം ദൈവകോപമാണെന്നായിരുന്നു നിഗമനം. 60% രോഗങ്ങളും നമ്മളുടെ പ്രവൃത്തികളെ കൊണ്ടോ, നമ്മുടെ ചിന്തകളെ കൊണ്ടോ, നമ്മുടെ ഭക്ഷണ രീതികളെ കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്നതാണെന്നാണ് കണ്ടെത്തൽ. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്ന് വെള്ളമുണ്ടാകുന്നു എന്ന് നാം വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ലോകത്തിൽ ഒരു പരീക്ഷണശാലകളിലും ഇവ ചേർന്ന് വെള്ളമുണ്ടായിട്ടില്ല, ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ജീവിതം നേരിടുന്ന ഒരനുഭവവും ഇച്ഛാപൂർണം സംഭവിക്കുന്നതേയല്ല. ലഭ്യമായതിൻ്റെ ഭാഗമാണ് ജീവിതവും നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ആർജിച്ചതല്ല. അതിൽ ആർജിക്കാനായിട്ട് ഒന്നുമില്ല. ലഭ്യമായിരിക്കുന്നവ ഏറെയുണ്ട് താനും. ലഭ്യമായതിനെ പരിപോഷിപ്പിക്കുക മാത്രമാണ് നമുക്കാവുന്നത്. അതിന് നമ്മളുടെ ജാതകവശാൽ കിട്ടിയ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കുന്ന ശാസ്ത്ര ശാഖകളാണ് ഈ പറഞ്ഞ ശാസ്ത്രങ്ങൾ. ഞാൻ ഈ പറഞ്ഞ ഗൂഢശാസ്ത്രങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയാതെ, നിങ്ങൾ എങ്ങനെ ജനിച്ചു, ഏത് രൂപത്തിൽ ജനിച്ചു, ആ രൂപം മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം അതിന് അനുസരണമായ രീതിയിൽ നാമം വെച്ച് നിങ്ങളുടെ ഇന്നത്തെ ദോഷങ്ങളെ തീർക്കാൻ പറ്റുന്ന ശാസ്ത്രങ്ങളുടെ ഒരു ശൃംഖലയാണ് ഇന്ന് ഈ TV-കളിലും ലേഖനങ്ങളിലും ഒക്കെ വരുന്നത്. എന്നാൽ വാരഫലത്തിൽ കാണുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരുമ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അബദ്ധം പറ്റിയെന്ന് വരും. കാരണം അത് മുഴുക്കെ എല്ലാവർക്കും ശരിയായി എന്ന് വരില്ല. കാടടച്ച് വെടിവെക്കുന്ന പോലെ തോന്നിപ്പിക്കും. നമുക്കതൊക്കെ പറ്റി വരാം. വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ. ഹലോ, പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞുകൊള്ളൂ. എന്റെ പേര് രജീഷ് എന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 20/1/1993. 20/1/93. രതീഷ് അല്ലേ? രജീഷ്, RHAESH. രജീഷ്. ഇനീഷ്യൽ എന്തുവാ? രജീഷ് KC. KP ആണ് അല്ലേ? KC. ഓക്കെ. എവിടുന്ന് വിളിക്കുന്ന രതീഷ്? രജീഷ്. കോഴിക്കോട്. ശരി. ഹലോ. പേരിന് രജീഷു ആയാലും അതിലൊക്കെ കൂടെ KC വന്നപ്പോഴൊക്കെ ഇത്തിരി ദോഷമുണ്ട് കുട്ടി.
ആ ദോഷം 24 വയസ്സാണ്. 24 വയസ്സ് ജസ്റ്റ് ഈ ജനുവരി 20 താങ്കൾക്ക് തീരുകയാണ്. 25ലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വർഷം താങ്കൾക്ക് പുതിയ ജോലി കിട്ടണമെന്നും വിദ്യാഭ്യാസം 22 വയസ്സ് വരെയാണെന്ന് കാണുന്നു. 22 വയസ്സിൽ വിദ്യാഭ്യാസം 2015 വരെയാണ് വിദ്യാഭ്യാസം കാണുന്നത്. ഈ 14 അത് ക്ലോസ് ആയാലും വിരോധമില്ല. വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കിട്ടണമെങ്കിൽ താങ്കൾക്ക് 17 വയസ്സിന് ശേഷമുള്ള ഒരു സമയത്തിൽ സ്വന്തം നാട് വീട് വിട്ടിട്ട് പോയിട്ട് ബോർഡിങ്ങിലോ ലോഡ്ജിങ്ങിലോ ഒക്കെ നിന്ന് പഠിക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. അപ്പോഴാണ് വിദ്യ പൂർത്തീകരിക്കുള്ളൂ. അല്ലെങ്കിൽ +2 ശേഷം ഇദ്ദേഹത്തിന് ഇലക്ട്രിക്കിനോട് ചേർന്നിട്ടോ ഈ കുറച്ച് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ലോഹങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മത്തിൽ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് കൂടാതെ ലിക്വിഫൈഡ് ചെയ്യുന്ന സംഭവങ്ങളിൽ താങ്കൾക്ക് കർമ്മ നൈപുണ്യം നേടാനായിട്ട് പറ്റും. അതിൽ പ്രധാനമായിട്ട് മറ്റൊന്ന് പറയുന്നത് മറൈൻ എൻജിനീയറിംഗ്, നോട്ടിക്കൽ എൻജിനീയറിംഗ് തുടങ്ങിയവ. കൂടാതെ ധനം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയും ഇദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ട് BCom ഒക്കെ എടുത്ത് അത് വിജയിപ്പിക്കണമെങ്കിൽ ICW, MBA തുടങ്ങിയതൊക്കെ എടുക്കാൻ പറ്റുന്നൊരവസ്ഥയും ഇദ്ദേഹത്തിന് വരുന്നത് 28 വയസ്സ് വരെ വിദ്യ അഭ്യസിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രീതിയാണെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ ഇടയിൽ പ്രണയം, പ്രശ്നം ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും കാസ്റ്റ് മാറിപ്പോലും വിവാഹം വരാനും അറേഞ്ച്ഡ് ആക്കാനും ഒക്കെ ഇടവന്നു കഴിഞ്ഞാൽ ജീവിതം ദുരിതപൂർണമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ജാതകം ആണ്. രജീഷ് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. പെട്ടെന്ന് ദേഷ്യം വരികയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി അവലംബിക്കാതിരിക്കുന്നത് നല്ലതാണ്. സ്വന്തം നാടും സ്വന്തം വീട് ഒക്കെ പുനരുദ്ധരിച്ച് പുതുക്കി പണിയാനോ പുതിയ വീട് പണിയാനോ ഒക്കെ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അത് രജീഷിൻ്റെ വക തന്നെ ആവണമെന്നില്ല. മാതാപിതാക്കളുടെ പേരിലുള്ള വസ്തു പുതിയത് വരുന്നതിന് വേണ്ടിയിട്ട് താങ്കളുടെ സാന്നിധ്യം ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് 2017 എന്നുള്ള വർഷം നിൽക്കുന്നത്. ധനികനാവും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും രജീഷിൻ്റെ ജാതകം കൊണ്ടും പേരുകൊണ്ടും ഇല്ല. പക്ഷേ ധനം അത് നിലനിൽക്കണമെങ്കിൽ സ്വന്തം പേരിലല്ലാതെ ചേർത്ത് എഴുതി വെക്കണം. സ്വന്തം നാട് അല്ലാതെ ജീവിക്കണം. മിനിമം സ്റ്റേറ്റ് വിട്ടോ ജില്ല വിട്ടോ ആയാലും വിരോധം ഒന്നുമില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നും വരില്ല. 2 ഭാഗ്യസംഖ്യ. അനുകൂലമായ നിറം വെള്ള നിറവും നീല നിറവും ജാസ്തി ധരിക്കുക. ഇൻ്റർവ്യൂ പോലെയൊക്കെയുള്ളതിന് പോകുമ്പോഴൊക്കെ അതൊക്കെ ധരിച്ചു പോകുന്നൊക്കെ അനുകൂലമായ ഒരവസ്ഥ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു എതിർപ്പ് തോന്നുന്ന രീതിയുള്ള കാരണം കൊണ്ട് വേദനപരമായ അസുഖം താങ്കൾക്ക് പ്രതീക്ഷിക്കാം. കണ്ണട വെക്കേണ്ടതായിട്ട് വരും. കണ്ണൊക്കെ ഒന്ന് പരിശോധിക്കുന്നതും അതിനെന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലത് ആണെന്നാണ് പറയുന്നത്. യൂണിഫോം അണിയുന്ന ജോലിയൊക്കെ താങ്കൾക്ക് പറയുന്നു. 2 ഭാഗ്യസംഖ്യ. എന്ത് ചെയ്യണോ രജീഷ് KC? എന്റെ സ്വദേശം കോഴിക്കോടാണ്. ഞാനിപ്പോ കൊച്ചിയിലുണ്ട്. അപ്പം കൊച്ചിയിലുണ്ടോ? ഞാൻ കൊച്ചിയിലുണ്ട്. ഇപ്പൊ പഠിക്കുകയാണോ ജോലിയാണോ? ഇപ്പൊ ജോലിയാണ്. എന്താ കമ്പ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ മീഡിയകളായിട്ടോ വല്ലതും ആണോ? മീഡിയയെ ബന്ധപ്പെട്ടൊരു ജോലിയാണ്. വളരെ നല്ലത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ രജീഷ്? അതെ. ഇപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ ഇതിൽ കാണാൻ? അതൊന്നും പരിഹാരമൊന്നും ഇതിൽ ഞാൻ പറയില്ല. പ്രശ്നമുണ്ട്. നിങ്ങളൊരു നല്ല ആസ്ട്രോളജിനെയോ ന്യൂമറോളജിസ്റ്റിനെ കാണൂ കേട്ടോ. ഓക്കെ. വിളിച്ചതിൽ നന്ദി രജീഷ്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ആർജിച്ചതല്ല, നമുക്ക് കിട്ടിയതിനെ നമ്മൾ പോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആർജിക്കാനായിട്ട് ജീവിതത്തിലൊന്നുമില്ല. എന്നാൽ ലഭ്യമായിട്ടുള്ളത് ഒരുപാട് ഉണ്ട് താനും. ലഭ്യമായതിനെ പരിപോഷിപ്പിക്കുക മാത്രമാണ് നമുക്ക് ആവാൻ പറ്റുന്നത്. അത് നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുക എന്നത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. ഇതിൽ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാകരണം പഠിച്ചിട്ട് ആരും കവിത രചിക്കുന്നില്ല. എന്നാൽ കവിത രചിക്കുന്നവർക്ക് വ്യാകരണം കൂടി പഠിക്കാനായിട്ട് ഇടവന്നു കഴിഞ്ഞാൽ സുന്ദര കവിതകളുടെ ഒരു ലോകം സൃഷ്ടിക്കാനായിട്ട് ആ കവിക്ക് സാധിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് കവിത്വം ഉണ്ടാവുന്ന ഒരു മനസ്സും ഒരു ജനനവും അദ്ദേഹത്തിന് ഉണ്ടാവണം. എന്നാലേ അത് പോഷിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ആർജിക്കുന്നത് വളരെ 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 ലഘുവായ കാര്യങ്ങളാണ്. നമുക്ക് ഭാവിയെ മാറ്റിമറിക്കാനാവില്ല. പക്ഷേ നമ്മുടെ സ്വഭാവത്തെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റുന്ന സംഗതി ആണ്. സ്വഭാവം മാറ്റാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഭാവി തന്നെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ
വിധി മാറ്റാനായിട്ട് നമുക്ക് കഴിവ് ഉണ്ടാവുകയും ചെയ്യും. പ്രധാനമായിട്ട് നമ്മുടെ ചിന്തകളും സ്വഭാവത്തിലും മാറ്റം വരുത്തുക. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ജനനത്തിന് വന്ന കുഴപ്പത്തിനെ മാറ്റാനായിട്ട് പറ്റും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, എങ്ങനെ മാറ്റാൻ പറ്റുന്നു. നമുക്കൊരു കോള് അതിനുശേഷം വരാം. ഹലോ, പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞോളൂ. സൗമ്യ. 15/10/1984. സൗമ്യയുടെ സ്പെല്ലിങ് SOU ആണോ? SOUMYA. ഇനീഷ്യൽ പറഞ്ഞില്ല. ടി. പോലീസിന്റെ പി. ഓക്കെ. എവിടുന്ന് വിളിക്കുന്നു? ടോട്ടലി നല്ല പേരാണ്. സൗമ്യ എന്ന് പറഞ്ഞ പേര് അത്ര നല്ല പേരുകളിൽ പെടുന്ന ഒരു പേരല്ല ഡിയർ. അതിൽ സൗമ്യ നമുക്ക് നല്ല പേരാവുന്നതിന് ഒരു ചെറിയ ഒരു പരിഹാരം ചെയ്താൽ മതി. SAUMY അങ്ങനെ ആവുന്നതാണ് സൗമ്യയുടെ ദോഷത്തിന് തീർക്കാനായിട്ട് ഒരു വഴി. സൗമ്യ പ്രകാരം എഴുതുന്നത് ദോഷം ഉണ്ടാക്കുന്നതാണ് പറയുക. ആ ദോഷം ഇദ്ദേഹത്തിന് കുറേ തീരുന്നുണ്ട്. P എന്നുള്ളൊരു ഇനീഷ്യൽ വരുമ്പോൾ ടീച്ചറാവുന്ന അവസ്ഥയാണെങ്കിൽ നല്ലതാണ്. അത് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന രീതിയൊക്കെ ഇപ്പോൾ CA എടുത്തിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കേണ്ടതായൊരു ആവശ്യം വരും. ഇത് CA ബാങ്കുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. അതുപോലെ കൊമേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടതില്ലെങ്കിൽ ബാങ്കിലൊക്കെ ജോലി കിട്ടിയ ശേഷം അവിടെ GM ജനറൽ മാനേജർ അല്ലെങ്കിൽ സീനിയർ മാനേജർ വരെ ആവാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. കുട്ടിയുടെ ജാതകവശാൽ തന്നെ പറയുന്നത് ഒരു പുരുഷൻ്റെ സ്വഭാവത്തിൻ്റെ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം എവിടെയും 1-ാം നമ്പർ ആവാനും ആരോടും ഒരു ലജ്ജ കൂടാതെ കാര്യങ്ങൾ അവതരിപ്പിച്ച് 1-ാം നമ്പറിലേക്ക് എത്താനും പറ്റുന്നൊരവസ്ഥ സൗമ്യ P എന്നുള്ള പേരിനകത്തുണ്ട്, ജാതകത്തിലുണ്ട്. 32 വയസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 32 കഴിഞ്ഞ് 33ലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. 2017 എന്ന് പറഞ്ഞ സമയം വരുമ്പോൾ ഈ കുട്ടിക്ക് വളരെ നല്ല സമയമാണ്. എവിടെയാണോ കഴിയുന്നത് അവിടെ വിട്ടിട്ട് പോകണമെന്നാണ്. ഭർത്താവ് വിദേശത്താണെങ്കിൽ അവിടേക്ക് പോകാൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അനുകൂലമായ സമയത്ത് വിവാഹം കഴിച്ചില്ലെങ്കിൽ അത് കോടതി വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് വരാനും പണം കൈകാര്യം ചെയ്യുമ്പോൾ അത് കോടതി വ്യവഹാരത്തിലൊക്കെ വരാനും പറ്റുന്നൊരവസ്ഥയ്ക്കുള്ള കാരണം കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അനുകൂലമായൊരു അവസ്ഥ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ദാമ്പത്യ ജീവിതം ദൃഢമായി ജീവിതാന്ത്യം വരെ ഒരേപോലെ കിട്ടുന്നതിന് ഇദ്ദേഹം സ്വീകരിക്കേണ്ട നയം അറേഞ്ച്മെൻറ്റ് ആയിട്ടുള്ള വിവാഹം റൈറ്റ് ടൈമിൽ കഴിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഒരു ടൈം ഇദ്ദേഹത്തിനായിരുന്നത് 29ാമത്തെ വയസ്സാണ്. അല്ല എന്നുണ്ടെങ്കിൽ 20ാമത്തെ വയസ്സിലോ വിവാഹം കഴിക്കാം. 20-ന് ശേഷം 29-ൻ്റെ ഉള്ളിൽ കല്യാണം കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണമെന്നാണ് പറയുന്നത്. 6 ഭാഗ്യസംഖ്യ. അനുകൂലമായ നിറം നീല നിറം ജാസ്തി ധരിക്കുക. നീലയും മഞ്ഞയും ധരിക്കുക. എന്ത് ചെയ്യണോ സൗമ്യ P? ജോലിയാണോ? തയ്യൽ. ഏതുവരെ പഠിക്കാനൊത്തു? ഓക്കെ. സൗമ്യ മോശം പേരിൽ പെടുന്നത് കാരണം കൊണ്ടാണ്. എത്രാമത്തെ വയസ്സിലാണ്? 20-ന് ശേഷം 21-ന് ശേഷം പിന്നെ വിവാഹം 29-ൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷമാണെന്ന് ഞാൻ പറഞ്ഞു. വിവാഹം കഴിഞ്ഞൊരു ഒരു വർഷം ഏകദേശം പറയാൻ പറ്റുമോ? 2011. ആരാ വിളിക്കുന്നത് ആരാ? ഓക്കെ. ഈ കുട്ടി 27ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം ഓർക്കൂ. 21 അല്ലെങ്കിൽ 22-ൽ പാടില്ല. 21-ൽ നടന്നിട്ടില്ല. 27-ലാണ് വിവാഹം കഴിഞ്ഞത്. 29 വയസ്സ്. 21-ൽ സാധിച്ചില്ലെങ്കിൽ പിന്നെ 29 വയസ്സ്. 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ വരുന്ന ഒരു ഗുണപരമായ ഒരു അവസ്ഥ അടുത്ത കൊല്ലം 2017 ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണം വരെ 2018-ലാണ്. 2018 വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. കാരണം ഈ കുട്ടിക്ക് ഒരു ദോഷം, പേരിനകത്തൊരു ദോഷമുണ്ട്. ആ ദോഷം ജാതകത്തിലുണ്ട്. അതാണ് അവിടെ പ്രശ്നമായിട്ട് വന്നത്. നിങ്ങൾ കല്യാണം കഴിച്ച ദിവസം 3-ാം തീയതിയോ 8-ാം തീയതിയോ ആണെങ്കിൽ കുറച്ചും കൂടി ഗൗരവമുള്ള ദോഷങ്ങൾ വരുന്ന പറയാം. ഡേറ്റ് ഓഫ് ദി വെഡിങ് ഡേ ഓർക്കുന്നുണ്ടോ? 14-ാം തീയതി സെപ്റ്റംബർ 14-ാം തീയതി 2011. സെപ്റ്റംബർ ആണ് അല്ലേ? സെപ്റ്റംബർ 14-ഓ? 14-ാം തീയതി. ഓക്കെ. അതും ഒരു ദോഷം തന്നെയാണ്. 14 എന്ന് പറഞ്ഞാൽ 5. ഒരു സംഖ്യാശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ 6 എന്ന് പറഞ്ഞ സംഖ്യയിൽ 15 എന്ന് പറഞ്ഞ സംഖ്യയിൽ ജനിച്ച ഒരു സംഖ്യ. ഇതാണ് ന്യൂമറോളജി. നമ്മൾ 6 എന്ന് പറഞ്ഞാൽ 15-ലാണ് ജനിച്ചിരിക്കുന്നത്. 6ആണ് കുട്ടിയുടെ ഭാഗ്യസംഖ്യ. 15 എന്ന് പറഞ്ഞ സംഖ്യയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന സംഖ്യകൾ ശത്രു സംഖ്യകളായിരിക്കും. അപ്പോൾ 14 എന്ന് പറയുന്നത് സംഖ്യ ദോഷം. ഇവിടെ 15-ൽ ജനിച്ച ആൾക്ക് 14 ദോഷം, അതിൻ്റെ ഇപ്പുറത്തുള്ള 16 ദോഷം.
16-നെ കൂടുതൽ ദോഷമെന്ന് പറയില്ല, 5-നെയാണ് കൂടുതൽ ദോഷം എന്ന് പറയുന്നത്. ഒരു ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സാരില്ല, 4 കൊല്ലം മുതൽ 8 കൊല്ലം വരെ സമയം എടുത്ത ശേഷം അടുത്ത ഉണ്ണി ഉണ്ടാവുന്നതിനും വിരോധമൊന്നുമില്ല. ഏകദേശം 27, 32, 33 വയസ്സ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് അടുത്ത കൊല്ലത്തിലേക്കൊക്കെ വരാൻ പറ്റുന്നൊരു സമയമൊക്കെ ഉണ്ട്. ഒരു 6-7 കൊല്ലമൊക്കെ ആവും. അതിന് വിരോധമില്ല. കുട്ടി ജനിക്കും കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ നന്ദി. സൗമ്യ പി. നമ്മുടെ ഭാവി നാം തന്നെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്. നമുക്ക് ഭാവിയെപ്പറ്റി, ഭാവിയിൽ എന്ത് വരുന്നതിനെ പറ്റി നമുക്ക് ഇന്ന് നിഗമനമില്ല. ഒരു സാധാരണ ആൾക്കാർക്ക് നിഗമനമില്ല. സർവോപരി ഈ ശാസ്ത്രങ്ങൾ ചെയ്യുന്നവരെ കുറച്ച് ഒരു നിഗമനത്തിലെത്താനായിട്ട് സാധിക്കും. പക്ഷെ നാം തന്നെ വിചാരിക്കണം നമ്മുടെ ഭാവിയെ എങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിൽ നാമത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ചില ഡേറ്റ് ഓഫ് ബർത്തുകൾ തന്നെ, ദോഷമായ ഡേറ്റ് ഓഫ് ബർത്തുകളിൽ ജനിച്ചവർക്ക് പോലും നാമം ഒരു അക്ഷരമാണ്, അതൊരു സംഖ്യയുണ്ട്. ന്യൂമറോളജി, നെയ്മോളജി, പ്രനോളജി, എല്ലാ ഓളജികളുടെയും സങ്കലനമാണ് നാമാക്ഷരങ്ങൾ. ആ പേരിൻ്റെ അകത്ത് കിടക്കുന്ന ഗൂഢതത്വങ്ങൾ, ശാസ്ത്രങ്ങൾ, വിധിയെ മാറ്റിമറിക്കാനായിട്ട് ഇടവരും. ചിലർക്ക് ഒരു മധ്യം കാലം ആവുമ്പോഴായിരിക്കും 20 വയസ്സിലോ 40 വയസ്സിലോ ഒക്കെ പേര് മാറ്റി ഉന്നത സ്ഥാനമാനങ്ങൾ കിട്ടിയ ആളുകളുടെ ചരിത്രം ഒരുപാടുണ്ട്. സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർ അപ്രകാരം ചെയ്ത് രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. സ്വഭാവം നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കുമെന്നുള്ളത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നത് നാമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നോക്കൂ, നല്ല കേൾക്കാൻ ഇമ്പമുള്ള പേരുകളാണെങ്കിൽ പോലും അതിൻ്റെ ഡിജിറ്റൽ വോള്യത്തിൽ വരുന്ന തകരാറ് കൊണ്ട് കുഴപ്പങ്ങളുണ്ടാവും. ആ ഒരു രീതികളാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾക്ക് ദർശിക്കാനായിട്ട് ആവുന്നത്. പലവരുടെയും പേരിൽ വന്ന ദോഷം കൊണ്ട്, പേരിൽ നമുക്കൊരു ദോഷം വരുന്നതിൻ്റെ പ്രധാന കാരണം ജാതകത്തിൽ ചെറുങ്ങനെ ദോഷമുണ്ടാവുമ്പോഴാണ് പേരിൽ നാമാക്ഷരങ്ങളിൽ ദോഷം വരുന്നത്. അങ്ങനെയാണ് മാതാപിതാക്കൾക്ക് അത്തരം പേര് ഇടുന്നതിന് പ്രേരിതമാകുന്ന ഘടകം ഉണ്ടാകുന്നത്. നാം വിചാരിക്കും മാതാപിതാക്കൾക്ക് വേറെ ഒരു പേര് ഇട്ട് മതിയായിരുന്നില്ലേ, അങ്ങനെ ഇട്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നോ എന്ന് വിചാരിക്കും. അതിന് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചില വികല രൂപത്തിലുണ്ടെങ്കിൽ അത്തരം പേരുകൾ ഇടാനേ മാതാപിതാക്കൾക്ക് അവർക്ക് തോന്നിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാമാക്ഷരങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുന്നതിന് ജനനസംഖ്യയ്ക്ക് അനുപാതികമായി എടുക്കാനായിട്ട് ഇടവന്നു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ലോകത്തിലെ ദുരിതങ്ങൾ മുഴുവനും മാറും. അത് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ലോകത്തിൻ്റെ ഏത് കോണിൽ കിടക്കുന്ന ആളുകൾക്കായിരിക്കും ആളുകളായാലും പേരിൻ്റെ വിസ്മയം തീർക്കുന്ന സന്ദേശമാണ് പേരിൻ്റെ വിസ്മയം എന്ന ഈ പരിപാടി. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. കോളറിലേക്ക്. ഹലോ. പേര് പറയൂ മാഡം. പേരും ഡേറ്റ് ഓഫ് ബർത്തും പറയൂ. അരവിന്ദ് വി. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 22/1/1997. 22/1 അല്ലേ? 97. ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലം. പഠിപ്പ് 20 വയസ്സാണ്. ഈ വർഷം കൂടി കഴിഞ്ഞാൽ പഠിപ്പ് തീർന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് മുഴുമിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ആ പഠനം കൊമേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണെങ്കിൽ വളരെ നല്ല എഞ്ചിനീയറിംഗ് രംഗങ്ങളൊക്കെ കുട്ടിക്ക് നല്ലതാണ്. കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ കുട്ടിക്ക് വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട്. അരവിന്ദിന് ശേഷം മറ്റൊരു സഹോദരൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സഹോദരി ഉണ്ടാവാം. സഹോദരൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ 6 വയസ്സിൻ്റെ വ്യത്യാസത്തിലല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പങ്ങൾ വരുമെന്നാണ് പറയുന്നത്. ഇദ്ദേഹം തന്നെ ഏകാന്ത പതികനായിട്ടൊക്കെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു ജാതകക്കാരനാണ്. അരവിന്ദ് നല്ല പേരുകളിൽ പെടുന്ന പേരാണ്. അതിൽ വി എന്നുള്ള ഇനീഷ്യൽ നല്ല ഇനീഷ്യൽ തന്നെയാണ്. വി ഫോർ വിക്ടറി എന്നൊക്കെയാണ് പറയുക.
പക്ഷെ അത് ഈ അരവിന്ദിൻ്റെ കൂടെ വന്നപ്പോൾ കുറച്ച് ദോഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലിപ്പോൾ കുട്ടി ഇപ്പോൾ 20 വയസ്സായ കാരണം കൊണ്ട് +2 ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രിയിലൊക്കെ എൻ്റെ വരെയോ ഒക്കെ എത്തിയിട്ടുണ്ടാവും. 17 വയസ്സിന് ശേഷം വിദ്യാഭ്യാസത്തിന് തടസ്സം അനുഭവപ്പെടാതിരിക്കണമെങ്കിൽ വളരെ ഊർജ്ജസ്വലത വേണം താനും. വീട്ടിൽ നിന്നും ദൂരെ പോയിട്ട് പഠിക്കാൻ പറ്റുന്നൊരവസ്ഥ, പരീക്ഷാ സമയത്തെങ്കിലും മറ്റു കുട്ടികൾക്കൊപ്പം വീട്ടിൽ നിന്നും ദൂരെ പോയിട്ട് പഠിക്കുന്ന രീതി അവലംബിക്കണമെങ്കിൽ കുഴപ്പമില്ല. എന്ത് പഠിക്കണോ? പഠനത്തിലാണോ ഇപ്പോൾ അരവിന്ദ് വി? IT ആണ് അല്ലേ? അതാണ് 17 വയസ്സ് കഴിഞ്ഞ ശേഷം പിന്നെ ഡിഗ്രി ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. വി വന്ന കാരണം കൊണ്ടാണ്. പിന്നെ അരവിന്ദ് എന്നുള്ള പറഞ്ഞ പേരിനകത്തും ഒരു മടിയൻ സ്വഭാവമുണ്ട്. നാളെയാവാം നീളയാവാം എന്നൊക്കെ പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. 31 വയസ്സ് വരെ ഇത് വേട്ടയാടപ്പെടും. അതിന് ശേഷമാണ് ഗുണം വരിക കേട്ടോ. ഇപ്പം 20 വയസ്സാണ്, കുറച്ച് നല്ല സമയമാണ് ഇപ്പോഴ്. ഇപ്പം ജോലിയാണോ പഠിപ്പ് കഴിഞ്ഞോ കുട്ടീരെ? പഠിപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. റൈറ്റ്. 20ാമത്തെ വയസ്സിൽ ഇപ്പോൾ കഴിയണം എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ കൊല്ലത്തിൽ ലാസ്റ്റിൽ ഇപ്പോൾ ഇത് 20ാമത്തെ വയസ്സ് കഴിയുന്നത് ഇദ്ദേഹത്തിന് ജനുവരി 22-ന് ശേഷമാണ്. അപ്പോൾ അതിന് ശേഷം നല്ലത് തന്നെയാണ്. 21-ൽ ജോലി കിട്ടുക, 22-ൽ തീർച്ചയായിട്ടും വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കുടുംബത്തിൻ്റെ ഭാരം ചുമലിലേറ്റണം അടുത്ത കൊല്ലം മുതൽ എന്നാണ് പറയുന്നത്. ഈ അരവിന്ദ് വിക്ക് ശേഷം അല്ലെങ്കിൽ അരവിന്ദ് ജ്യേഷ്ഠൻ സഹോദരനോ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ചേട്ടനാ മൂത്തതാ. ചേട്ടനുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ശേഷമാണ് ഉണ്ടാവുന്നതിനുള്ള ഡിസ്റ്റന്റ് ആണ് ഞാൻ പറയുന്നത്. ഇവൻ ലാസ്റ്റ് 1 ആണല്ലോ അല്ലേ? ഇതിന് ശേഷം കുട്ടികളുണ്ടോ അരവിന്ദിന് ശേഷം? ഇല്ലില്ല. റൈറ്റ്. അപ്പൊ ഇത് ജാതകം കൊണ്ടും ആണ്, പേര് കൊണ്ടുമാണ്. പേരിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇദ്ദേഹത്തിന് ഒരു എതിർപ്പ് തോന്നുന്ന അല്ലെങ്കിൽ അപകടകരമായ ഒരവസ്ഥ, ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഓവർ സ്പീഡ് അല്ലെങ്കിൽ വേണ്ടാത്ത ഇതിലൊക്കെ ചെന്ന് പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒന്നും ശ്രദ്ധിക്കൂ. ഒരു എതിർപ്പ്, അനുസരണക്കേട്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന് വരുന്ന ദോഷങ്ങൾ നാമം കൊണ്ട്. ഈ ആർമി ജോലി കിട്ടണം, ആർമി ജോലി, വഴക്ക് വെക്കണം, പൊടി, അതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. കിട്ടും തീർച്ചയായിട്ടും. അതിന് പോകുമ്പോൾ തന്നെ സ്വന്തം നാട് വിട്ടിട്ടൊക്കെ പോകാൻ പറ്റുന്നൊരവസ്ഥ, അതും ഒക്കെ തന്നെയാണ്. അതിനൊക്കെ പൊക്കോളൂ, നല്ലത് തന്നെയാണ്. 22-ലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം 20ആണ്. 21 അടുത്ത കൊല്ലം 2018. 2018-ൽ 22 വയസ്സിന്റെ പടിമുറ്റത്തെത്തും നിൽക്കും. അപ്പോൾ കിട്ടും ആൾക്ക്. 2018-ൽ ഫെബ്രുവരി മുതൽ ജോയിൻ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ റെയിൽവേ പോലെയൊക്കെയുള്ളവർക്കൊക്കെ നല്ലതാണ്. കഠിനമായ ജോലി ചെയ്ത് കുടുംബഭാരം ചുമലിലേറ്റണം. ജ്യേഷ്ഠനുണ്ടായിട്ട് പോലും ഫലം അത്രയ്ക്ക് കാക്ഷിക്കേണ്ട അരവിന്ദൻ കേട്ടോ. അരവിന്ദൻ 4 ഭാഗ്യസംഖ്യ, വെള്ള നിറം, നീലനിറം, ശനിയാഴ്ചകളിൽ കറുപ്പ് ധരിക്കട്ടെ. ഓക്കെ, വിളിച്ചതിൽ നന്ദി. 13-ാം തീയതി ചേർത്തലയിൽ, വെള്ളിയാഴ്ച ചേർത്തലയിൽ ക്യാമ്പുണ്ട്. 13-ാം തീയതി 16-ന് തൃശ്ശൂരും, 20-ാം തീയതി തൊടുപുഴയിലും, 21-ന് കൊല്ലത്തും, 27-ാം തീയതി കോഴിക്കോടും, 28-ാം തീയതി കണ്ണൂരും ക്യാമ്പുണ്ട്. ചൊവ്വാഴ്ചകളിൽ എറണാകുളത്തും, ബുധനാഴ്ച ചാലക്കുടിയിലും ക്യാമ്പുണ്ട്. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രോഗ്രാമിൻ്റെ അവസാനം പേരും മൊബൈൽ നമ്പറും പറയുന്നതാണ്. അതിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. സംഖ്യകളുടെ കൗതുക ലോകത്തിലേക്ക് നമുക്ക് വരാം. ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക്. പേരിൻ്റെ വിസ്മയത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരള വിഷന് വേണ്ടി KP വേണുഗോപാൽ ആചാരി അവതരിപ്പിക്കുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. കോളറിലേക്ക്. ഹലോ. ഹലോ. പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ഡിയർ. ഡേറ്റ് ഓഫ് ബർത്ത് 24/8/1978. പേര് പറഞ്ഞില്ല. ബിന്ദു ബി. BINDU ഉണ്ടോ അല്ലെങ്കിൽ DHU ഉണ്ടോ? എങ്ങനെയാണ്? BINDHU. ഇനീഷ്യൽ എന്താ? ഇനീഷ്യൽ ബി. എവിടുന്ന് വിളിക്കുന്നു? കൊല്ലം. ഓക്കെ. ഹലോ സാർ. ഓ, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഹലോ. ഇതാ ഇപ്പൊ മുതലുള്ള ഒരു സമയം 39 വയസ്സിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. 39 ആയിട്ടില്ല, 38 കഴിഞ്ഞിട്ടേ ഉള്ളൂ.
39 വയസ്സ് മുതലാണ് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളൊരു ഭവനം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാവാൻ പോകുന്നത്. അനുകൂലമായൊരു അവസ്ഥാന്തരം ഉണ്ടാവുന്ന നേരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ന് എവിടെ താമസിക്കുന്നുവോ അവിടെ വിട്ടു പോകണമെന്നും, അപ്പോൾ അത് വീട് മാത്രമല്ല, ഇന്ന് എവിടെ ഭവനം തന്നെ. കേട്ടില്ല, എന്താ പറഞ്ഞേ? സ്വന്തം ഭവനം നിങ്ങൾ മാറി താമസിക്കാനും പുതിയത് പണിയാനും അല്ലെങ്കിൽ റിനോവേഷൻ നടത്താനും ഒക്കെ പറ്റുന്ന നേരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പുതുക്കി പണിയാ അങ്ങനെ ഒരു ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ല. ഞാൻ പറഞ്ഞത് സാമ്പത്തിക ശേഷി ഉണ്ടോ എന്നുള്ളതല്ല, ഇതുവരെയുള്ള കാലഘട്ടത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു കാലത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നേരത്തിലാണ് 39 വയസ്സ് വരെ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ അല്ലേ? 39 എന്ന് പറഞ്ഞ സമയം 38 കഴിഞ്ഞിട്ടേ ഉള്ളൂ. 39 എന്ന് പറഞ്ഞ സമയത്തിലേക്ക് പ്രവേശനം നടത്തിയിട്ടുണ്ട്, പ്രവേശിച്ചിട്ടേ ഉള്ളൂ. 39, 40, 41 ഈ 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഭവനം വരും. അത് ബിന്ദു ബിയുടെ പേരിൽ മാത്രമല്ല, ഭർത്താവിൻ്റെ പേരിലും കൂടിയിട്ടാണ്. അത് സർക്കാരിൻ്റെ വകയോ കണ്ഠാഭരണങ്ങൾ വിറ്റിട്ടോ പാരമ്പര്യ സ്വത്തുകൾ വിറ്റ് കിട്ടുന്ന പണോ ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാം. വീട് ഉണ്ടാവും എന്നേ പറയുന്നുള്ളൂ, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവാം. അതിന് പറ്റുന്ന ഒരു അവസ്ഥാന്തരത്തിലാണ് പ്രകൃതി നിങ്ങളെ ഇപ്പം എത്തിച്ചിരിക്കുന്നത്. അത് ഇനി ഇല്ല, നടക്കില്ല, ഇനി അത് ഉണ്ടാവില്ല, നടക്കില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ അത് നടപ്പാവും. നമ്മളല്ല ഇതൊന്നും നടപ്പിലാക്കുന്നത്, നമ്മൾ നടപ്പിലാക്കുന്നതിന് വിധേയരാവുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ഇതെല്ലാം ലഭിക്കുകയുള്ളൂ. മേഡത്തിന് 25 വയസ്സ് മുതലുള്ള ഒരു കാലഘട്ടം 39 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഭർത്താവിൻ്റെ സാമീപ്യവും അതിൻ്റെ ഗുണവും ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത രീതിയാണ് ബിന്ദു എന്നുള്ള പേര് ഇദ്ദേഹത്തിന് HU എന്ന് വന്നത് ദോഷമായി. ചിലവർക്ക് HU വരുമ്പോഴാണ് ഗുണം വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 24 ജനിച്ച കാരണം കൊണ്ട് അതിനൊരു ദോഷം വന്നിട്ടുണ്ട്. അതാണ് അതിന് എല്ലാത്തിനും താമസം വരുന്നത്. 39 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന നേരത്തിൽ അതിന് ഹോപ്പായ നേരമാണെന്നാണ് പറഞ്ഞത്. ടൈലറിംഗ് ജോലി, കരകൗശലത്തിനോട് ചേർന്ന ഏർപ്പാടുകൾ, ഈ ഫ്ലവറിൻ്റെ കയറ്റുമതിയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതൊക്കെയുള്ള ആളാണ്. ഇലക്ഷന് വരെ നിന്ന് ജയിക്കുന്ന ആളാണ്. ടീച്ചിങ് എന്ന് പറഞ്ഞ ട്യൂഷൻ എടുക്കുന്ന സെൻറ്ററുകളൊക്കെ സ്ഥാപിക്കാം. ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മവും നല്ലത് തന്നെയാണ്. കരകൗശലത്തിനോട് ചേർന്ന ഏർപ്പാടുകൾ ചെയ്യാം. ഇതൊക്കെ ഇദ്ദേഹത്തിന് ഇതുവരെ ചെയ്തിട്ട് ലാഭം ഒന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ ഇതാ അതിൻ്റെ നല്ല നേരം തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ ബിന്ദു മേഡം? ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ? ശരിയാണ്. കുട്ടികളില്ലാത്തത്, കല്യാണം കഴിച്ചത് ഇദ്ദേഹത്തിന് 30 വയസ്സിന്റെ ഉള്ളിൽ വിവാഹം നടക്കുന്നത് ദോഷം വരും. 25ലോ 26ലോ അങ്ങനെ ആണോ കല്യാണം കഴിച്ചത്? ഓർക്കുന്നുണ്ടോ സമയം? 25ഉം 26ഉം ദോഷമാണ് മേഡം, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പൊ ആ സമയത്ത് കല്യാണം നടക്കണം എന്നുള്ളതാണ് ബിന്ദു ബി എന്നുള്ള പേരുകാരിയുടെ പറയുന്നത്. പക്ഷെ അത് കാരണം കൊണ്ട് ആ നേരത്ത് നടക്കാൻ കാരണം, ആ നേരത്ത് നടന്നതാണ് ദോഷം ഉണ്ടാകുന്നത്. അങ്ങനെ എന്തുകൊണ്ട് വരാൻ കാരണം, ഈ ഡേറ്റ് ഓഫ് ബർത്തിന് പേര് തികച്ചും എതിരായിട്ട് നിൽക്കുന്നു. ഒരു പുരുഷന്റെ രീതിയിലുള്ള പ്രകടനമാണ് ബിന്ദു ബിയുടെ ജാതകത്തിൽ പറയുന്നത്. ഒരു പൂർണ്ണ സ്ത്രീ എന്ന് അതിനെ പറയാൻ നമുക്ക് അർദ്ധനാരീശ്വരൻ എന്നൊക്കെ പറയും. ശിവക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥന നടത്തുന്നതും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ നല്ലതാണ്. 12 ദിവസം തുറക്കുന്ന ഒരു ക്ഷേത്രം ശിവൻ്റെ ഉണ്ട്, അത് ആലുവയ്ക്ക് അടുത്താണ്. ഒന്ന് പോയി ദർശനം നടത്തൂ, നല്ലതാണ്. അത് ഇപ്പോൾ ഈ അടുത്ത് തന്നെയാണ്. അതിൻ്റെ ഡേറ്റൊക്കെ പത്രങ്ങളിലൊക്കെ കാണാം, ഒന്ന് നോക്കി അത് ചെയ്യൂ, ഫലം കാണും കേട്ടോ. വിളിച്ചതിൽ നന്ദി ബിന്ദു. ഇന്നത്തെ ദിവസം 11 എന്ന് പറഞ്ഞ ഡേറ്റാണ്. 11 എന്ന് പറഞ്ഞ 2 ഒന്നുകൾ ചേർന്നത്. 11 ഒരു അഭാജ്യ സംഖ്യയാണ്. ഭാജ്യസംഖ്യയുള്ള 2 സംഖ്യകളുണ്ട് സംഖ്യാശാസ്ത്ര ലോകത്ത്. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രമേ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ അതിനെ അഭാജ്യം എന്ന് വിളിക്കുന്നു. പൂർണ്ണമായി ഹരിക്കുക എന്നാൽ ശിഷ്ടം പൂജ്യമാവുക എന്നാണ് അർത്ഥം. 11നെ 11 കൊണ്ട് ഹരിക്കാം, അല്ലെങ്കിൽ 1 കൊണ്ട് ഹരിക്കണം, അപ്പോഴേ 0 കിട്ടുകയുള്ളൂ.
അക്കങ്ങളുടെ കൂട്ടത്തിൽ 4 അഭാജ്യ സംഖ്യകളെ ഉള്ളൂ. 4 സംഖ്യകളെ അഭാജ്യ സംഖ്യകളുള്ളൂ. അത് 2, 3, 5, 7 എന്ന് പറഞ്ഞ സംഖ്യകൾ. 1, 4, 6, 8, 9 എന്നുള്ള സംഖ്യകളൊക്കെ ഭാജ്യസംഖ്യകളാണ്. മറ്റെല്ലാ അങ്ങനെ 2 തരം സംഖ്യകളായിട്ടാണ് പറയുന്നത്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2. അതിൽ തന്നെ അഭാജ്യ സംഖ്യകളിൽ ഒരേ ഒരു ഇരട്ട സംഖ്യയാണ് 2 എന്നത്. അഭാജ്യമായി 1-നെയും 1-ാം നമ്പറിനെയും അഭാജ്യ സംഖ്യയായിട്ട് കണക്കാക്കിയിരുന്നു 1 എന്നുള്ള സംഖ്യ. ഇന്നിപ്പോൾ അഭാജ്യ സംഖ്യയിലാണ് അത് പെടുന്നത്. 1 എന്ന് പറഞ്ഞ സംഖ്യനെ അഭാജ്യ സംഖ്യയായിട്ട് പണ്ട് കണക്കാക്കിയിട്ടുണ്ടെങ്കിലും തന്നെ പിന്നീട് അതിനെ തരം താഴ്ത്തപ്പെടുകയാണ് ഉണ്ടായത്. സംഖ്യകളിൽ 11 എന്ന് പറഞ്ഞ സംഖ്യ കുറച്ച് ദുരൂഹത സൃഷ്ടിക്കുന്ന സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ 11-ൽ ജനിച്ചവർക്ക് 11-ൽ നാമകരണം പാടില്ല. 11 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിജിറ്റൽ വോള്യം വരുന്നത് 11-ൽ പാടില്ല. അവർക്ക് പറ്റുന്ന ഏറ്റവും നല്ല സംഖ്യാശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ BKR എന്നുള്ളൊരക്ഷരം ആദ്യത്തിലോ ഇടയിലോ വരുന്ന ഒരക്ഷരത്തിൽ നാമകരണം ചെയ്യുകയും പേരിൻ്റെ ടോട്ടലി ഡിജിറ്റൽ വോള്യം 1-ലോ അല്ലെങ്കിൽ 2-ലോ വരുന്നതാണ് നല്ലത്. അതായത് 10 അല്ലെങ്കിൽ 20 എന്നൊക്കെ അതിനെ പറയും. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 11-കാർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ജീവിതത്തിലുണ്ടായി ഒരു ദുരിതപൂർണമായ ജീവിതം കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അഭാജ്യ സംഖ്യയുടെ ഒരു ദുർഗുണം കൂടിയിട്ടാണ് അത്. എന്നാൽ മറ്റ് സംഖ്യകൾ 2, 11 ഒഴിച്ച് 2, 20, 29 എന്ന് പറഞ്ഞ സംഖ്യകളിൽ ജനിച്ചവർക്കൊന്നും ആ ദോഷങ്ങൾ പൊതുവെ ഉണ്ടാവുകയില്ല. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ, പേര് പറയൂ. സാറേ, ഗോപിക എന്നാ എന്റെ പേര്. ഗോപിക, GOPIKA അല്ലേ? ഇനീഷ്യൽ എന്താണ്? ഇനിഷ്യൽ G. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1986 ഒക്ടോബർ മാസം ഡേറ്റ് 3. 3/10/86. എവിടുന്ന് വിളിക്കുന്നേ? ഇത് കായംകുളത്തും വിളിക്കുക. ശരി. കുട്ടി വിവാഹിതയല്ല എന്നുണ്ടെങ്കിൽ അത് അടുത്ത കൊല്ലം നടക്കുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 23, 24 കാലഘട്ടത്തിലാണ് നടക്കേണ്ടത്. 28 വയസ്സിന് ശേഷം പിന്നെ അതിന് 24 വയസ്സിന് ശേഷം 28 കേൾക്കൂ, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. 23 വയസ്സ്, 24 വയസ്സ് അത് പറ്റുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 25 എന്ന് പറഞ്ഞൊരു സമയത്തിൽ വിവാഹം കഴിയണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്ന ഡിലേ വരും, ഉണ്ടാവുന്ന കുട്ടികൾ ഗുണം വരാത്ത ഒരവസ്ഥ വരും. എന്നാൽ 29 എന്ന് പറഞ്ഞ സമയം ഇപ്പോഴ് 2017 ഇദ്ദേഹത്തിന് ഗുണമുള്ള ഒരു വർഷമല്ല. 2018 വരുമ്പോൾ ഇദ്ദേഹത്തിന് ബോയ് ജനിക്കുകയും 30ാമത്തെ വയസ്സ് മുതലുള്ള ഒരു സമയം 42 വയസ്സ് വരെയുള്ള 12 കൊല്ലക്കാലം ഇദ്ദേഹത്തിന് വളരെ നല്ല കാലമാണ്. ആ കാലത്തിലാണ് സ്വന്തമായിട്ടുള്ള ഭവനം പോലും ഉണ്ടാവുക. ടീച്ചിങ് പ്രൊഫഷനാണ് ഇദ്ദേഹത്തിന് കൂടുതൽ പറയുന്നത്. രണ്ടാമത് ബാങ്കിങ് ഉദ്യോഗം, ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മവും ഇദ്ദേഹത്തിന് നല്ലതാണ്. 2-3 തൊഴിലുകൾ ഒരേ സമയം ചെയ്ത് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനായിട്ട് ഊട്ടിയുറപ്പിക്കാനായിട്ട് പറ്റുന്ന മാനസിക ഘടനയും ഒക്കെയുള്ള കുട്ടിയാണ് ഗോപിക. നല്ല പേര് എന്ന് പറയണം. നല്ല പേരിൽ ഗോപിക എന്നുള്ള പേര് ഇപ്രകാരം എഴുതുന്നത് അത്ര നല്ലതല്ല. അതിൻ്റെ കാരണം നമുക്ക് പ്രതീക്ഷിച്ച ഗുണം പഠിച്ചതുകൊണ്ടോ ജോലി കിട്ടിയത് കൊണ്ടോ ഒന്നും ഉണ്ടാവില്ല. ഭർത്താവിൻ്റെ സാമീപ്യം പോലും ദൂരെയാവുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഇടയ്ക്കിട്ട് വക്കാണം വടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത പോലും ഉള്ളതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. നാവ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് ഗോപിക ജിക്ക് നല്ലതാണ്. ഗോപിക എന്നുപയോഗിക്കും. അതാണ് കുറച്ചും കൂടി നല്ലത്. ഗോപികയുടെ സ്ഥാനം 2ാം സ്ഥാനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതിന് കുറച്ചൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയും. പ്രണയ വിവാഹമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ആണ് കാണുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ ദോഷം വരുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരമൊക്കെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ദോഷങ്ങളൊന്നുമില്ല. വിവാഹിതയാണോ? ജോലിയുണ്ടോ? കട എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ, ജുവല്ലറി അങ്ങനെ വല്ലതിനാണോ? ഫോട്ടോസ്റ്റാറ്റോ? ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മമാണ് പറയുന്നത്. കുട്ടി ഏതുവരെ പഠിച്ചു? ഞാൻ +2 വരെ. ജയിച്ചോ +2? +2 ജയിച്ചു. പിന്നെന്താ പോവാതിരുന്നത്? പിന്നെ അമ്മയും ഇല്ലാതെ സുഖമില്ലാതെ അതുകൊണ്ട് പിന്നെ പഠിത്തം നിർത്തി. കുട്ടിക്ക് ആങ്ങളമാരൊന്നും ഇല്ലല്ലോ അല്ലേ?
ഗോപിക നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ എന്തോ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് ഗോപിക. അത് ഭഗവാൻ എന്നുള്ള നിലയ്ക്ക് ഗോപിക എന്നത് അദ്ദേഹത്തിന് സൂട്ടബിൾ ആണ്. നമ്മൾ ഭഗവാനോ ഭഗവതിയോ അല്ല. അതുകൊണ്ട് ഗോപിക എന്ന് പറഞ്ഞ പേരൊക്കെ ദോഷം പേരുകളിൽ പെടുന്ന ഒരു പേരാണ്. ഇനി അതിൽ തന്നെ ഗോപിക എന്നുള്ള പേരിനെ ഞാനിതിന് ഒരു പരിഹാരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഗോപികയ്ക്ക് KA എന്നതിന് സ്ഥാനത്ത് GA എന്നത് വെക്കണമെങ്കിൽ നല്ലതാണ്. പക്ഷെ അവിടെ G എന്നുള്ള ഇനീഷ്യലുള്ള കാരണം കൊണ്ട് അതിനും കുറച്ച് ഒരു ദോഷമുണ്ട്. എന്തായാലും ഭർത്താവിൻ്റെ പേരൊക്കെ ചേർത്ത് വെച്ച് ഗോപിക എന്നുള്ള പേരിനകത്ത് GOPIGA പേര് സതീഷ് കുമാർ. അപ്പൊ അത് സൂട്ടബിൾ ആയിട്ട് വെക്കോ കുട്ടി. ഗോപിക G വേണ്ട. ഗോപികയുടെ കൂടെ നമുക്ക് K എന്നുള്ള സ്ഥാനത്ത് G വെച്ചിട്ട് അതൊരു റിക്കവർ ചെയ്യൂ. അപ്പൊക്കെ ഗുണമായിട്ടൊക്കെ വരും. കുട്ടികളായോ? ഇല്ല, കുട്ടികളായില്ല. എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ചത്? 23. ഞാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു കേട്ടില്ലേ? പറഞ്ഞത് ശരിയല്ലേ? 23 കല്യാണമാണ്. കുട്ടികളായില്ല. അത് ഇതാണ് കാരണം കേട്ടോ. ഈ ഗോപിക എന്നുള്ള പേരിനകത്ത് കുറച്ച് ദോഷമുള്ള കാരണം കൊണ്ടാണ് ഉണ്ണികൾ പിറക്കാനൊക്കെ സമയമെടുക്കുന്നത്. അത് 23 ഞാൻ പറഞ്ഞു അടുത്ത കൊല്ലം മുതൽ നല്ലതാണ്. 30ാമത്തെ വയസ്സിൽ ഒരു ബോയ് പിറക്കുമെന്ന് ഞാൻ ഇവിടെ പ്രവചിച്ചു. ക്ലിയർ ആയല്ലോ? മഞ്ഞനിറം നീലനിറം, ശനിയാഴ്ചകളിൽ കറുപ്പ് ധരിക്കുക. മഞ്ഞയ്ക്ക് പ്രാധാന്യം നൽകുക. മഞ്ഞ, ക്രീം, പിങ്ക് ഇതൊക്കെ നല്ലതാണ് കേട്ടോ. മഞ്ഞ, നീല, വെള്ള ധരിക്കരുത്. വെള്ള വസ്ത്രം ധരിക്കരുത് കേട്ടോ. വിളിച്ചതിൽ നന്ദി. സംഖ്യകൾക്ക് വ്യക്തമായ ഒരു നിർവചനം കൊടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. എണ്ണത്തെ സൂചിപ്പിക്കുന്നതിനാണ് സാധാരണമായി നമ്മൾ ചുരുക്കെഴുത്ത് എഴുതുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോം എണ്ണത്തിന് സൂചിപ്പിക്കുന്ന നമ്പറാണല്ലോ. ഇത് നമ്പറാണ്, ന്യൂമറോളജിയാണ്. ന്യൂമറൽ എന്ന് പറഞ്ഞാൽ സംഖ്യ തന്നെ. എന്നോ എന്നാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. എന്നോ എന്നാൽ അത് എങ്ങനെയാണ് എന്നോ വന്നത്? നമ്മൾ എപ്പോഴെങ്കിലും അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു പിടി കിട്ടാത്തൊരു സാധനമായിട്ട് ചിലപ്പോൾ കാണാം. എന്നോ എന്ന് പറഞ്ഞ നമ്പർ എന്ന് നമ്മൾ എഴുതുന്നു. എന്നോ എന്ന് പറഞ്ഞ നമ്പർ ആണെങ്കിലും തന്നെ നമ്പർ എന്ന് പറഞ്ഞ അക്ഷരം എഴുതുമ്പോൾ അതിൽ O എന്ന അക്ഷരം ഇല്ല. പിന്നെ എങ്ങനെ എൻ കഴിഞ്ഞിട്ട് O വന്നു? എൻ നമ്പർ എന്ന് എഴുതുന്നതിന് എൻ കഴിഞ്ഞിട്ട് O ഇട്ട ശേഷം അതിൻ്റെ അടിയിൽ ഓൻ്റെ അടിയിൽ ഒരു ഹൈഫനൊക്കെ ഇടുന്ന രീതിയൊക്കെ ഉണ്ട്. അത് ഇടുന്നതിനൊക്കെ കാരണം ഈ സംഭവം വന്നത് ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ലാറ്റിനിൽ പറയുക ന്യൂമറോ എന്നാണ്. സംഖ്യേനെ പറയുക ന്യൂമറോ. അതിൽ നിന്നാണ് ആദ്യത്തെ അക്ഷരമായ എന്നും ന്യൂമറോ എന്ന് പറഞ്ഞ Oയും കൂടി ചേർത്തിട്ടാണ് എന്നോ ഉണ്ടാക്കിയിരിക്കുന്നത്. എ എന്നുള്ളൊരു അക്ഷരം നമ്മൾക്ക് പലർക്കും ഉപയോഗിക്കുന്നതായിട്ട് ഇപ്പോൾ സ്കൂളിലെ ടീച്ചർമാരും പ്രിൻസിപ്പളൊക്കെ തന്നെ അവരായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് എയിലാണ് എല്ലാവരും പേര് വയ്ക്കുന്നത്. എന്നാൽ നമ്മൾക്ക് 1 മുതൽ 999 വരെ എഴുതുന്ന ഇംഗ്ലീഷിലുള്ള അക്ഷരം 1 2 3 4 5 6 അങ്ങനെ തുടങ്ങുന്ന അക്ഷരം 999 999 വരെ എഴുതുന്ന സംഖ്യകളിൽ എ എന്നുള്ള അക്ഷരം ഇല്ല. അപ്പോൾ എ അവിടെയൊന്നും ഇല്ല. പക്ഷെ പിന്നീട് എനെ നമുക്ക് അക്ഷര ലോകത്ത്, ഈ സംഖ്യകളുടെ ലോകത്ത് കാണുന്നത് 1000 എന്ന് പറയുന്ന എഴുതുമ്പോഴാണ്. 1000-ൽ നമുക്ക് ഒരു 1ഉം 3 പൂജ്യങ്ങളും ആണെങ്കിലും തന്നെ അതിനെ ഡിജിറ്റലായിട്ട് നമുക്ക് എഴുതുമ്പോൾ, സംഖ്യാപരമായിട്ട് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ 1000-ൽ ഒരു എ ഉണ്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞ സ്ഥാനം എയിൽ തന്നെ പേര് വെക്കണം എന്ന് നിർബന്ധം കാണിക്കുന്നത് അത്ര പ്രയോജനമൊന്നും ചെയ്യില്ല എന്നാണ്. സംഖ്യകളിലൊന്നും ഈ എ ഇല്ല എന്നും കൂടി അറിയിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നമുക്ക് വീണ്ടും ഒരു കോള്, അവസാനത്തെ കോള്. ഹലോ. പേര് പറയൂ. എന്റെ പേര് സിന്ധു. SINDHU ഉണ്ടോ DU ആണോ? SINDHU. ഇനീഷ്യൽ എന്താ? സുഭാഷ്. സുഭാഷ് ഫാദറിന്റെ പേരാണല്ലോ അല്ലേ? ഹസ്ബൻഡിന്റെ പേരാണ്. അല്ല, നേരത്തെയുള്ള ഇനീഷ്യൽ പറയൂ. നേരത്തെ ഉള്ളത് സിന്ധു പോൾ. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ.
ഡേറ്റ് ഓഫ് ബർത്ത് 4/6/1974. എവിടുന്നാ വിളിക്കുന്നത്? എറണാകുളം. യെസ്, 42 വയസ്സിന് ശേഷമാണ് സിന്ധു പോളിന് ഗുണമായിട്ടുള്ളൊരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അതിൻ്റെ റൈറ്റ് ടൈമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 42 വയസ്സ് കഴിഞ്ഞ് 43-ലേക്കൊക്കെ പ്രവേശിച്ചിട്ടുണ്ട്. സിന്ധു പോൾ എന്നുള്ള പേരിനകത്ത് തന്നെ അത്രയും കാലവിളംബം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. അത് സ്വന്തം നാട്ടിലല്ലാതെ ജീവിക്കുകയും ഭർത്താവ് ഒത്ത് കഴിയുന്നതിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവുകയും സ്വന്തം നാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് 2 ധ്രുവങ്ങളിൽ ജീവിക്കുകയും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതിഥിയായിട്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിന് പറയുന്നു. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന മേഖലകളും കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളും കലയുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ ഇദ്ദേഹത്തിന് വളരെ നല്ലതായിട്ടുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും. എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഉന്നത സ്ഥാനമാനങ്ങളിലാണ് ഇദ്ദേഹത്തിന് എത്തുകയുള്ളൂ. ഒരാളുടെ കീഴിൽ ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റുന്ന ആറ്റിറ്റ്യൂഡോ മനോഭാവമോ സിന്ധു പോളിന് കാണുന്നില്ല. വിവാഹം എന്നത് അറേഞ്ച്ഡ് മാരേജ് ആക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പങ്ങളൊന്നും വരില്ല. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയിട്ടാണ് 2017 മാർച്ച് വരെ ഒന്ന് ശ്രദ്ധിക്കണം. അത് 2014 മധ്യം മുതലുള്ള കാലഘട്ടം ദോഷമായിരുന്നു. കുറച്ച് അകൽച്ചയൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ പോലും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് മനനം ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നല്ല ഒരു പൈലറ്റിൻ്റെ മനോഭാവത്തോട് കൂടിയിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ വാഹനത്തെ കണ്ടക്ട് ചെയ്യുന്ന ഒരവസ്ഥ സിന്ധു പോൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ദോഷങ്ങളൊക്കെ മറികടന്ന് പോവും. ടീച്ചിങ് പ്രൊഫഷനും ബാങ്കിങ് ഉദ്യോഗവും ഒരു കമാൻഡിങ് ജോലി ചെയ്യുന്ന രീതിയും റിസപ്ഷനിസ്റ്റൊക്കെ ആവുന്നതും ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ ചെയ്യുന്നതും യാത്ര ചെയ്യുന്ന തൊഴിലുകളും ഒക്കെ നല്ലതാണ്. ഒരു പുരുഷൻ എന്ത് ജോലി ചെയ്യുന്നുവോ അതുപോലത്തെയുള്ള പ്രവണത, അതുപോലത്തെയുള്ള ഇൻറ്റഗ്രിറ്റി സിന്ധു പോളിൽ കാണുന്നുണ്ട്. സുഭാഷ് എന്നുള്ള പേര് ചേർക്കുമ്പോൾ നോക്കാം. അതിന് നല്ലത് ഈ സിന്ധു പോൾ തന്നെയാണ് കേട്ടോ. സിന്ധു പോൾ എന്നുള്ള പേര് തന്നെയാണ്. പോൾ എന്നുള്ള പേരാണ് ആപ്റ്റായിട്ട് നിൽക്കുന്നത്. എന്ത് ചെയ്യണോ? നാട്ടിലുണ്ടോ ഹസ്ബൻഡ്? ഹസ്ബൻഡ് നാട്ടിലുണ്ട്. ഓക്കെ. ഇദ്ദേഹം നാട്ടിലുണ്ടോ? ജോലിപരമായിട്ട് എന്നും പോയി വരുന്ന വല്ലതാണോ? ഞാൻ കമ്പ്യൂട്ടർ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വീടിൽ നിന്ന് കുറച്ച് ദൂരെ പോയിട്ട് അല്ലേ ജോലി ചെയ്യുന്നത്? വീടിനോട് അടുത്താണോ? അടുത്തല്ല. ഭക്ഷണത്തിന് വീട്ടിൽ പോകാതിരുന്നാ മതി ഉച്ചക്ക്. ഭക്ഷണത്തിന് പോകാനുള്ള ദൂരത്തിൽ കൂടുതലുണ്ട്. അപ്പൊ കൊണ്ടുവരുമായിരിക്കും. അല്ലെ, ലഞ്ച് കഴിക്കാൻ പാടില്ലാത്ത ദൂരത്തേക്കെങ്കിലും കർമ്മമണ്ഡലം മാറിയിരിക്കുന്ന ആളാണെങ്കിൽ നല്ലതാണ്. വേറെ ദിവസങ്ങളൊന്നുമില്ല. ഇപ്പൊ വളരെ റൈറ്റ് ടൈമിലാണ് നിൽക്കുന്നത് കേട്ടോ. സിന്ധു പോൾ 6 ഭാഗ്യസംഖ്യ. നീല നിറം ധരിക്കുക. നീല നിറവും ചുവപ്പ് നിറവും ധരിച്ചുകൊള്ളൂ. മഞ്ഞ നിറവും നല്ലത് തന്നെയാണ്. ഓക്കെ, വിളിച്ചതിൽ നന്ദി. നേരത്തെ പറഞ്ഞ എന്നോ എന്ന് പറഞ്ഞ നമ്പർ ന്യൂമറോ എന്നാണെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ഈ അക്ഷരം എഴുതുന്നതിന് ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ സംഖ്യാപരം എന്നാണ്. ന്യൂമറോളജിയൊക്കെ അതിൽ നിന്ന് ഉണ്ടായതാണ്, ലാറ്റിൻ പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഇവിടെ പ്രത്യേകത ഈ റോമൻ ഗണിതത്തിൽ റോമക്കാരുപയോഗിക്കുന്നത് അവർ എന്നോ അല്ല ഉപയോഗിക്കുന്നത്, NR എന്നാണ്. നമ്പർ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് ഉപയോഗിക്കുന്നു. കേരളത്തിന് KL എന്നൊക്കെ പറയണ പോലെ, KR എന്നൊക്കെ പറയണ പോലെ അവരുപയോഗിക്കുന്നു. റോമക്കാർ അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായി, റോമക്കാരായിരുന്നു നമ്മുടെ കലണ്ടറൊക്കെ കണ്ടെത്തിയത്. അതുപോലെ ശാസ്ത്ര ലോകത്ത് കുറച്ച് കൗതുകങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവർ കൂടിയിട്ടാണ്, ചെറിയ രാഷ്ട്രമാണെങ്കിലും. സംഖ്യ നമ്മൾക്ക് എത്ര പറഞ്ഞാലും തീരാത്ത ഒരുപാട് വിഷയങ്ങൾ സംഖ്യയ്ക്കുള്ളിലും നമ്പറുകളുടെ ഉള്ളിലും ഉണ്ട്.
അടുത്ത ആഴ്ച നമുക്ക് കാണാം. ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ 13-ാം തീയതി വെള്ളിയാഴ്ച ചേർത്തലയിൽ ഞാൻ ക്യാമ്പുണ്ട്, 16-ാം തീയതി തൃശ്ശൂർ, 20-ാം തീയതി തൊടുപുഴയിലും 21-ന് കൊല്ലത്തും ക്യാമ്പുണ്ട്, 27-ാം തീയതി കോഴിക്കോട്, 28 കണ്ണൂർ ക്യാമ്പുണ്ട്. ചൊവ്വാഴ്ചകളിൽ എറണാകുളത്ത്, ബുധനാഴ്ച ചാലക്കുടിയിലുണ്ട്. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് KP വേണുഗോപാൽ ആചാരി, പ്രാക്ടിക്കൽ ന്യൂമറോളജി, മൊബൈൽ നമ്പർ 8086119755 എന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. 8086119755. ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നതിന് 9847900001 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 9847900001 എന്ന നമ്പറിലേക്ക് വിളിക്കുക. തോൽക്കാനായിട്ട് ധൈര്യമുള്ളവനെ വിജയിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ ഇന്ന് വരെ അതാണ് ചരിത്ര സത്യം. തോൽക്കും എന്ന് വെച്ച് ഒന്നിനും പോവാതിരിക്കുന്നതും ഒന്നും ചെയ്യാതിരിക്കുന്നതും ഒരു ബിസിനസ് ചെയ്യാതിരിക്കുന്നതും ഒരു ഇൻ്റർവ്യൂവിന് പോവാതിരിക്കുന്നതും ഒക്കെ അവർക്ക് ഒരു കാലത്തും ജയിക്കാനായിട്ട് അവസരം നിഷേധിക്കലാണെന്ന് ഓർക്കുക. ഒരു 2 വട്ടം വീഴാതെ ഒരു സൈക്കിൾ ചവിട്ടും പഠിക്കാൻ പറ്റുന്നില്ല എന്നോർക്കുക. ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ബുധനാഴ്ച ഇനി ചൊവ്വയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്കിത് എല്ലാ ദിവസവും കാണാനായിട്ട് പറ്റുന്ന യൂട്യൂബിൽ ഈ പ്രോഗ്രാമുണ്ട്. ബുധനാഴ്ച രാത്രി 8 മണി മുതൽ 9 മണി വരെ നടക്കുന്ന നേരത്ത് നിങ്ങൾക്ക് ഇത് സ്വന്തം TV-യിൽ കാണാം. ഒപ്പം യൂട്യൂബിലും കാണാനായിട്ടുള്ള അവസരമുണ്ട്. ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞതോടൊപ്പം തന്നെ അടുത്ത ബുധനാഴ്ച കാണും വരേക്കും ശുഭരാത്രി നേർന്നുകൊള്ളുന്നു. ഗുഡ് നൈറ്റ്.